രക്ഷയില്ല. മണി, ഓ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ അടുക്കള കയറരുന്ന്, പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ? എന്റെ തലവേദന മാറി. മാറിയോ? മാറി. എന്റെ മുഖത്ത് നോക്കി പറയണം, കള്ളം പറയരുത്. മാറിയോ? കുറച്ചുണ്ട്. കുറച്ചുണ്ട്, അനുഭവിക്കടി. എടി പിങ്കി, റിങ്കി, ഇവിടെ വാടി. എവിടെ പോയി കിടക്കുന്നു? വന്നേ. എന്തിയ മറ്റവൾ എന്ത് ചെയ്യ? വരുന്നു. അയ്യോ, എന്തോ അമ്മ? എടാ നിങ്ങളുടെ അമ്മ അടുക്കള ജോലി ചെയ്യുന്ന കണ്ടോ? കണ്ടില്ല. കണ്ടില്ല? എടി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലേ? ഈ ഒരൊറ്റ ദിവസമെങ്കിലും അടുക്കളയിൽ കയറി നിങ്ങൾക്ക് ഒന്ന് സഹായിച്ചൂടെ? സഹായിക്കാം. ആ ചെല്ല്. ആ പണിയോടോ. ഓ എന്തെങ്കിലും ചെയ്. മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയോ? എന്താ അളിയാ? ഏ എന്താ പരിപാടികള്? ഇതെന്ത് അളിയനെ നനഞ്ഞിരിക്കുന്നു? പുറത്ത് നല്ല മഴ അളിയാ. ആ അളിയൻ മഴ കാണാൻ പോയിരിക്കുക. കാണാൻ പോയതാ? ആ സ്കൂട്ടർ നനയായിരുന്നു, അപ്പൊ അത് ഒതുക്കി വെക്കാൻ പോയതാ. വീട്ടിലെ കാര്യമൊന്നും നോക്കാൻ അളിയൻ സമയമില്ല. വീട്ടിലെന്ത് കാര്യം? ഞാനല്ലേ നോക്കുന്നേ. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. അളിയനെ പെറ്റിട്ടതേ ബാങ്കിലോട്ടാണോ? അളിയനൊരു തനി നാട്ടുംപുറത്തുകാരനാണോ? ആണല്ലോ. ഈ അടുക്കള കയറി വല്ലപ്പോഴും ഭാര്യ ഒന്ന് സഹായിച്ചാൽ എന്താ? ഞാൻ എപ്പോഴും അവളെ സഹായിക്കുമല്ലോ, ഇല്ലടി? എപ്പോ? പിന്നെ മക്കളെ അളിയനെ അവിടുത്തെ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാന് നമ്മുടെ വീട്ടില് എന്തൊക്കെ കറികൾ ഉണ്ടാക്കുമായിരുന്നു. അയ്യോ ചേട്ടൻ നന്നായിട്ട് കറിയൊക്കെ ഉണ്ടാക്കും. മീൻകറിയൊക്കെ എന്ത് കളറാന്നറിയോ? നല്ല റെഡ് കളറിലെ നല്ല എരിയുള്ള മീൻകറി ഉണ്ടാക്കും. പിന്നെ മറ്റേ ബീഫ് ഇട്ട് ഉലർത്തിയ സാധനം ഉണ്ടാക്കുവേ, ബിരിയാണി, എന്തൊക്കെയൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കും. പിന്നെ ചിക്കൻ വിന്താലു. ആ അതന്നെ. അതൊരു സാധനം ഉണ്ട്. അതൊരു സാധനമുണ്ട്. അത് പിന്നെ മാമൻ പിന്നെ ഉണ്ടാക്കി തരാം. പിന്നെ ചിക്കൻ പുളിശ്ശേരി. ചിക്കൻ പുളിശ്ശേരിയാ? അല്ലെ മാമ്പഴം. മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി. ഏത്തക്ക പുളിശ്ശേരി, ഏത്തക്ക, പൈനാപ്പിൾ പുളിശ്ശേരി, എന്തൊക്കെ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുണ്ടാക്കും. ചേട്ടൻ പുളിശ്ശേരി ഉണ്ടാക്കിയുണ്ടല്ലോ, അച്ഛൻ നിറയെ ചോറുണ്ടു. അല്ലെങ്കിലും ഉണ്ണു. ഈയിടയ്ക്ക് അച്ഛനെ വിളിച്ചിട്ട് പറയേ, എടാ മണിക്കൂട്ടാ ഇച്ചിരി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്ക്, എനിക്ക് 2 പിടി ചോറ് കൂടുതൽ ഉണ്ണാവല്ലോ. അപ്പൊ മാമ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരും. എന്തോ എടി, മാമന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഉണ്ടല്ലോ, അതെന്റെ മോക്ക് അറിയുകയും ചെയ്യാം. അതെന്താ? അത് ആസ്ഥാനത്ത് കയറി കോമഡി അടിക്കരുത്. അല്ലയോ എന്താ ഇങ്ങനെ പോയാലെങ്ങനെ? എങ്ങനെ? അല്ല ഇക്കണക്കിന് ഒരു 4-5 വർഷം കൂടെ കഴിയുമ്പോ ഇവള് മാറാ രോഗിയായിട്ട് മാറുമല്ലോ. അയ്യോ അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മാമ. ആ എടി മക്കളെ, നിങ്ങളെ ഇങ്ങേരി വളർത്തിയതിന്റെ കൂട്ടല്ല ഞങ്ങൾ എവളെ വളർത്തിയത്. തല വെച്ച പെനരിക്കും, തറ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് നോക്കി വളർത്തി കൊച്ചായത്. നിങ്ങക്ക് വയ്യെങ്കി പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. ഇതെന്തോന്ന് മണിക്കൂട്ടെ പറയണേ? കുറച്ച് നേരമായിട്ട് ഭീഷണിപ്പെടുത്തും മണിക്കൂട്ടെ. ഇനി ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ വളർത്തിക്കോളാം. ഇവിടെ ആരും അവളെ അടിമയായിട്ട് വെച്ചിട്ടൊന്നുമില്ല. കൊണ്ടടി, ഒരു ചെറിയ തലവേദന വന്നു, അത് ഇത്ര വലിയ മാറാ രോഗമാക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടോ ഒരു ചെറിയ തലവേദന വന്നപ്പോ അവളെ നോക്കാൻ ഇവിടെ ആരുമില്ല. ഇക്കണക്കിന് വലിയൊരു രോഗം വന്നാലേ അവളെ നിങ്ങൾ ഉപേക്ഷിക്കുമല്ലോ. ഉപേക്ഷിക്കൂ മണിക്കൂട്ടൻ മാത്രമല്ല, എല്ലാവർക്കും ദേഷ്യം വരും. മണിക്കൂട്ടൻ പറഞ്ഞ കേട്ടാ, അതെല്ലാം കേട്ട് നീ ശരിയാണെന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത്. അങ്ങനെയാണോ? നിന്നെ ഇവിടെ കഷ്ടപ്പെടുത്തണോ? നിന്നെ ഞങ്ങളെ പൊന്നുപോലെയല്ലേ മണി നോക്കുന്നേ? അല്ലേ മക്കളെ? നീ പറഞ്ഞുകൂടും മണി. രവിയേട്ടാ, മണിക്കൂട്ടൻ ചേട്ടാ എന്താണ് പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ സമാധാനപ്പെട്. എടി മോളെ, അങ്ങനെ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും വേണ്ട. നിനക്കറിയാവല്ലോ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിന്റെ കാലയിലൊരു മുള്ളുകൊണ്ട സംഭവം ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മ. അളിയൻ എങ്ങനെയാ ഓർമ്മ? ആ നമ്മൾ ഒരുമിച്ച് സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഇല്ല. ഓർമ്മയുണ്ടോ മോളെ? പിന്നെ ഓർമ്മയുണ്ട്. 3 ദിവസം ഞാനുള്ള എന്റെ തോളലെടുത്തോണ്ട് സ്കൂളിൽ കൊണ്ടുപോയത്. നീ വിഷമിക്കണ്ട മോളെ, ഒരു ദുഷ്ടശക്തിക്കും നിന്നെ വിട്ടുകൊടുക്കില്ല. വീട്ടിൽ അല്ല വേണേലേ നീ ഇവരെയും കൂട്ടിക്കോ, ഇവരെയും കൊണ്ടുപോവാ. അളിയാ വേണമെന്നുണ്ടെങ്കിൽ അളിയന്റെ ബാങ്ക്
എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു തരാം. പക്ഷെ ATM വെക്കാൻ സ്ഥലമില്ല. വേണോ? വേണ്ട, അത്രയും ബുദ്ധിമുട്ടുണ്ട് ചേട്ടനും അനിയത്തി. കൊള്ളാം മണി, ചേട്ടനെ കണ്ടപ്പം ഭർത്താവിനേക്കാൾ വലുതാണെന്ന് നിനക്ക് തോന്നിയല്ലോ. രവിയേട്ടാ കാര്യം മനസ്സിലായി. നീ കൂടുതൽ വർത്തമാനം അല്ല, പറയണ്ട. നീ അങ്ങനെ ചേട്ടൻ വിളിച്ചാ പോകി പൊയ്ക്കോ. അളിയന്മാരെ, നീ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ. ആ, ചെല്ല്. പിങ്കി ഇവിടെ ആകെ സീനാണ്. വാ വാ മക്കളെ വാ വാ ഞങ്ങള് പോണ്. ഉരുളയ്ക്ക് പേര്